ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമുക്കെല്ലാവർക്കും ആവശ്യമായൊരു വചനമാണ്. ഈ വചനം കേട്ട് ആരും ചിരിക്കരുത്, മറിച്ച് ഈ വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ളവർക്ക്, റിലേറ്റീവ്സിന് എല്ലാവരിലേക്കും ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദറെ നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 30 മുതൽ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ ശക്തിയും ദൈവത്തിൽ നിന്ന് പുതിയ അഭിഷേകം ആഗ്രഹിക്കുന്ന മക്കളെ ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകമായി കർത്താവ് സ്വാഗതം ചെയ്യുകയാണ്. കേട്ടു പോവാതെ ഉടനെ തന്നെ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും പേരുടെ പേരുകൾ താഴെ കാണുന്ന നമ്പർ മേടിച്ച് ഉടനെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ധ്യാനത്തിൽ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-9 വചനം. വചനം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിൽ ഇതിൽ വളരെ രഹസ്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വചനത്തിൽ പറയുകയാണ്, കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊക്കെ കർത്താവ് നല്ല ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ആരും മന്ദബുദ്ധികളല്ല. ആണോ? അല്ലല്ലോ. അല്ലെ, നമുക്ക് കർത്താവ് ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലെ, ഈ കുതിരയെ പോലെ അല്ലെങ്കിൽ കോവർ കഴുതയെ പോലെ നമ്മൾ പെരുമാറിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ തന്നെ വിചാരിച്ചിട്ടില്ലേ, അയ്യോ ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ചില്ല. കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ചൊരു തീർപ്പ് ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് ചോദിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. ആ കാര്യം നമുക്ക് ഗുണകരമായി മാറുകയുള്ളൂ. ഒരിക്കലും അത് ദോഷമായി മാറുകയില്ല, അത് നമുക്ക് ഗുണമായി മാറുക. എന്നാൽ കർത്താവിനോട് ആലോചന ചോദിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ വിവരം കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോഴും തകർന്നു പോകാം, പരാജയപ്പെട്ടു പോകാം, തീർന്നു പോകാം. അതുകൊണ്ട് വചനം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ കർത്താവിനോട് ആലോചന ചോദിക്കുക. നിന്റെ ബുദ്ധിയെ ആശ്രയിച്ച് ചെയ്യരുത്. ചെയ്താൽ വചനം പറയുന്ന പോലെ സംഭവിക്കും. നീ കുതിരയെയോ കോവർ കഴുതയെയോ പോലെ ബുദ്ധിയില്ലാത്തവനായി മാറരുത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-9 നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.